എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അസറ്റും എക്സ്പെൻസിനെ പറ്റിയും ഉള്ള ഒരു കമ്പാരിസൺ ആണ്. ഈ അസറ്റും എക്സ്പെൻസും രണ്ടും ഒന്നാണോ അല്ലെ രണ്ടും രണ്ടാണോ? അസറ്റിൻ്റെയും എക്സ്പെൻസിൻ്റെയും ഒരു സിമിലാരിറ്റി എന്ന് പറയുന്നത് രണ്ടിലും ഫണ്ടിൻ്റെ ഔട്ട്ഫ്ലോ ഉണ്ട് എന്നുള്ളതാണ്. അല്ലെ, നമ്മളൊരു അസറ്റ് വാങ്ങുമ്പോഴായാലും നമ്മളൊരു എക്സ്പെൻസ് നമുക്ക് ഉണ്ടാകുമ്പോഴായാലും രണ്ട് സമയത്തും എന്തുണ്ട്, നമ്മുടെ ഫണ്ട് പുറത്തേക്ക് പോകുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സിമിലാരിറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഡിഫറൻസുകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം, പ്രധാനപ്പെട്ട അസറ്റുകൾ എന്ന് പറയുന്നത് ബിൽഡിങ്, മിഷനറി, ഫർണിച്ചർ, കമ്പ്യൂട്ടർ, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട അസറ്റുകൾ എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട എക്സ്പെൻസുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ സാലറി, റെന്റ്, ഡിപ്രിസിയേഷൻ, ഇതൊക്കെ നമ്മുടെ എക്സ്പെൻഡിച്ചറുകളാണ്. എന്താണ് ഈ അസറ്റും എക്സ്പെൻസും തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചാൽ, ഇപ്പം ബിൽഡിംഗ്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ ഇപ്പം പറഞ്ഞു, ബിൽഡിംഗ് ഒരു ഫിക്സഡ് അസറ്റ്സ് ആണ് എന്ന് പറഞ്ഞു. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ ഒരു ജൂലൈയിൽ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്തു. ഓക്കെ, ഒരു ഒക്ടോബർ നവംബർ ആകുമ്പോൾ ആ ബിൽഡിംഗ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, പിന്നെ ഫ്ലഡ്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രകൃതി ദുരന്തം എന്തെങ്കിലും കൊണ്ട് ആ ബിൽഡിംഗ് നശിച്ചു പോയി എന്ന് കരുതും. ഞാൻ ഡിസംബറിൽ ഞാൻ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ, അതായത് ജൂലൈയിൽ ഞാൻ വാങ്ങി, നവംബറിൽ ഇത് അബോളിഷ് ആയി പോയി, നശിച്ചു പോയി ബിൽഡിംഗ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഡിസംബറിൽ പ്രിപ്പയർ ചെയ്യുന്ന ബാലൻസ് ഷീറ്റിൽ ഈ ബിൽഡിംഗ് അസറ്റ് ആകുമോ അതേ അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ ആകുമോ എന്നുള്ളതാണ്. നമ്മൾ ജസ്റ്റ് സൂചിപ്പിച്ചു ബിൽഡിംഗ് അസറ്റാണ് എന്നുള്ളത്. അതേപോലെ തന്നെ ഇപ്പോൾ സാലറിൻ്റെ കാര്യത്തിൽ സാലറി എക്സ്പെൻഡിച്ചർ ആണെന്ന് പറഞ്ഞു. പക്ഷെ ഒരു സ്റ്റാഫ് സാലറി മുൻകൂട്ടി വാങ്ങും, അത് എക്സ്പെൻഡിച്ചർ ആണോ അസറ്റാണോ എന്ന് വെച്ചാൽ, മുൻകൂട്ടി കൊടുക്കുന്ന, ഇപ്പം ഡിസംബറിൽ ഞാൻ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നു, പക്ഷെ ജനുവരി വരെയുള്ള ഒരു സ്റ്റാഫ്, ജനുവരിയിലെ ഒരു സ്റ്റാഫ് സാലറി അഡ്വാൻസ് വാങ്ങിയെന്ന് കരുതും. അങ്ങനെയാണെങ്കിൽ ഡിസംബറിൽ ബാലൻസ് ഷീറ്റ് ചെയ്യുമ്പോൾ ഈ ജനുവരിയിലേക്ക് വാങ്ങിയ സാലറി അഡ്വാൻസ് എക്സ്പെൻഡിച്ചർ ആണോ അല്ലെ അസറ്റ് ആണോ എന്നുള്ളതാണ്. നമുക്കറിയാം, സാലറി അഡ്വാൻസ് ബാലൻസ് ഷീറ്റ് ഡേറ്റിന് ശേഷമുള്ള സാലറി അഡ്വാൻസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അസറ്റ് സൈഡിൽ തന്നെ ഇടും. അപ്പോൾ എന്താണ് ഈ അസറ്റും എന്താണ് എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചാൽ, ഒരു ബാലൻസ് ഷീറ്റ് ഡേറ്റ്, അതായത് ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഇതുപോലെ ഡിസംബറിൽ ഞാനൊരു ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ ബാലൻസ് ഷീറ്റ് ഡേറ്റിലേക്ക് കംപ്ലീറ്റ്ലി കൺസ്യൂം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പം ബിൽഡിങ്ങിൻ്റെ കേസിൽ എന്ത് ചെയ്തു, ജൂലൈയിൽ കൺസ്ട്രക്ട് ചെയ്തു, പക്ഷെ അത് നവംബറിലാകുമ്പോൾ അത് നശിച്ചു പോയി. അപ്പോൾ ബാലൻസ് ഷീറ്റ് ഡേറ്റിന് എന്തില്ല, അത് ആ അസറ്റ് ഇല്ല. അപ്പോൾ അത് എന്ത് ആയിട്ട് കാണിക്കണം, അത് എക്സ്പെൻഡിച്ചറായിട്ട് കാണിക്കണം എന്നുള്ളതാണ്. ഇനി അതേപോലെ തന്നെ ഞാനൊരു കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നു. കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ കമ്പ്യൂട്ടർ ഞാൻ ഇപ്പോൾ 1 ഏപ്രിൽ ഞാൻ വാങ്ങിയതാണ്, അല്ലെങ്കിൽ ഏപ്രിൽ മാസം വാങ്ങിയതാണ്, 31 മാർച്ചിനാണ് ഞാൻ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ, ഏപ്രിൽ 2024 to 31 മാർച്ച് 2025 എന്നുള്ള ഒരു ബാലൻസ് ഷീറ്റ്, 31 മാർച്ച് 2025 ബാലൻസ് ഷീറ്റാണ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ, ഞാൻ എന്ത് ചെയ്യണം, ആ കമ്പ്യൂട്ടറിന് 40% ഡിപ്രിസിയേഷൻ കാണണം. അതായത് ഞാൻ എത്രയാണോ ആ ബാലൻസ് ഷീറ്റ് ഡേറ്റ് വരെ ഞാൻ ഉപയോഗിച്ചത്, അത് നമ്മൾ ചെലവായിട്ട് കാണും. ബാക്കിയുള്ളത്, ആ ബാലൻസ് ഷീറ്റ് ഡേറ്റും കഴിഞ്ഞ് ബാക്കിയുള്ളത് ഇതിലേക്ക് കാണണം, അത് നമ്മുടെ അസറ്റായിട്ട് മാറും എന്നുള്ളതാണ്. അപ്പോൾ എത്രയാണോ നമ്മൾ ആ ബാലൻസ് ഷീറ്റ് ഡേറ്റ് വരെ നമ്മൾ എത്രയാണോ നമ്മൾ യൂസ് ചെയ്തത്, അത് എക്സ്പെൻഡിച്ചറായും ബാലൻസ് ഷീറ്റ് ഡേറ്റിന് ശേഷവും നമ്മൾ ഉപയോഗിക്കുന്ന ഭാഗം, അത് നമ്മൾ എന്തായിട്ടും കാണണം, അസറ്റായിട്ടും കാണണം എന്നാണ് പറയുന്നത്. അപ്പോൾ ക്ലിയർ ആയെന്ന് കരുതുന്നു. അസറ്റ് എന്താണ്, എക്സ്പെൻഡിച്ചർ എന്താണ്, ഇതിൻ്റെ സിമിലാരിറ്റി, ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്, നമ്മൾ എത്രത്തോളം ബാലൻസ് ഷീറ്റ് ഡേറ്റിൻ്റെ ടൈമിന് ഉപയോഗിച്ചോ, അത് എക്സ്പെൻഡിച്ചർ ആയിട്ടും ബാലൻസ് ഷീറ്റ് ഡേറ്റ് കഴിഞ്ഞും നമ്മളത് ഉപയോഗിക്കുന്ന ആ പാർട്ടാണ് നമ്മളുടെ എന്തായിട്ട് മാറുന്നത്, അസറ്റായിട്ട് മാറുന്നത്. അപ്പോൾ ഒരുപാട് നന്ദി. താങ്ക് യു വെരി മച്ച്.